എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് മെയ് 21 പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ പുറത്തുവിടും. ഡിഗ്രി അഡ്മിഷൻ കിട്ടാൻ +2വിൽ എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം? അതുപോലെ തന്നെ കണ്ണൂർ, കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികൾ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ എന്നാണ് ആരംഭിക്കുകയെന്ന് പല വിദ്യാർത്ഥികളും കൂടെ കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ പ്രിയ വിദ്യാർത്ഥിനികളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയ വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് മെയ് മാസം 21 പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ നേരത്തെ അറിയിച്ചതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ഡിഗ്രി അഡ്മിഷനൊക്കെ കാത്തിരിക്കുകയാണ്. ഡിഗ്രി എന്ന പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി അഡ്മിഷൻ കിട്ടാൻ ഗവൺമെൻറ് കോളേജ് പോലുള്ള കോളേജുകളിൽ ഡിഗ്രി അഡ്മിഷൻ കിട്ടാൻ എത്ര മാർക്കാണ് വേണ്ടത് എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് നോക്കുമ്പോൾ ഔട്ട് ഓഫ് 80% ഒക്കെയാണ് മിനിമം ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രി പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾക്ക് പ്രവേശിക്കാൻ വേണ്ടത്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളെപ്പോലെ +2 പാസ്സായി ഈ വർഷം ഡിഗ്രിക്ക് ജോയിൻ ചെയ്തൊരു വിദ്യാർത്ഥിയാണ് ഞാൻ. എൻ്റെ അനുഭവം എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ആദ്യം ഞാൻ മാക്സിമം 20 ഓപ്ഷൻസ് വരെ കൊടുക്കാമായിരുന്നു. എൻ്റെ +2ലെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 77% ആയിരുന്നു. എൻ്റെ +2ലെ 77% മാർക്കായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് പോയിട്ട് അഡ്മിഷൻ കൊടുത്തു. ഞാൻ കൊടുത്തതിൽ 20 ഓപ്ഷൻസ് ഫുള്ള് കൊടുത്തു. കാരണം എവിടെയെങ്കിലും കിട്ടണമല്ലോ എന്ന് പ്രതീക്ഷിച്ച്. അതിൽ 18 ഓപ്ഷനും ഗവൺമെൻറ് തന്നെയായിരുന്നു. ഗവൺമെൻറ് ഓർ എയ്ഡഡ് ആയിരുന്നു 18 ഓപ്ഷൻ. ബാക്കി 2 സെൽഫ് ഫിനാൻസ്, അത് പ്രൈവറ്റ് കോളേജുകൾ കൊടുത്തത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ എന്ത് വെച്ചു, കൃത്യം പ്രൈവറ്റ് കോളേജിൽ തന്നെ കിട്ടി. സെക്കൻഡിലും പ്രൈവറ്റ് കോളേജിൽ തന്നെ കിട്ടി. തേർഡിൽ ഓപ്ഷൻ ഒട്ട് മാറിയിട്ടുമില്ല. ചുരുക്കി പറയണമെങ്കിൽ 77% എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും സീറ്റ് ഉറപ്പ് ലഭിച്ചിട്ടില്ല ഗവൺമെൻറ്റിലേക്ക്. സെൽഫ് ഫിനാൻസിൽ മാത്രമാണ് കിട്ടിയത്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് 77% ഉള്ള ഞാൻ സെൽഫ് ഫിനാൻസിൽ കൊടുത്തത് കൊണ്ടാണ് അവിടെ കിട്ടിയത്. അല്ലെങ്കിൽ എനിക്ക് എവിടെയും കിട്ടില്ലായിരുന്നു. കാരണം ഗവൺമെൻറ് കയറാനുള്ള ഇതില്ല, മാർക്കില്ല. അവസാന സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഗവൺമെൻറ് കോളേജിലേക്ക് ഒരു ശ്രമം നടത്തി. ആ ശ്രമത്തിൽ എന്ത് ചെയ്തു, എനിക്ക് സ്പോട്ട് അഡ്മിഷനിൽ സീറ്റ് കിട്ടി ഗവൺമെൻറ്റിൽ. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു ഔട്ട് ഓഫ് 80% മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ഡിഗ്രി അഡ്മിഷൻ ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഒരു 80% മാർക്ക് ഉണ്ടെങ്കിൽ. നമ്മൾ ഈ ഡിഗ്രി അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് അഡ്മിഷൻ കിട്ടാൻ നിങ്ങളുടെ പെർസെൻറ്റേജ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ +2 മാർക്ക് എന്ന് പറഞ്ഞാൽ 1200 +1 600, +2 600. ഈ 1200 എന്ന വലിയൊരു സംഖ്യയിൽ നിന്നും നിങ്ങൾ എത്ര സ്കോർ ചെയ്തു, ഈ +1 600 +2 600 എന്നതിൽ ടോട്ടൽ 1200 മാർക്ക് വരുമ്പോൾ, ഈ 1200 മാർക്കിൽ നിങ്ങൾ എത്ര സ്കോർ ചെയ്തു എന്നാണ് ഇതിൽ അളക്കപ്പെടുന്നത്. ഇപ്പോൾ എനിക്കെന്ന് പറയുകയാണെങ്കിൽ 1200 ഔട്ട് ഓഫ് 924 മാർക്കായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെയാണ് 77% വരുന്നത്. അപ്പം ഈ 1200 എന്ന ഈ സംഖ്യയിൽ നിന്ന് നിങ്ങൾ എത്ര സ്കോർ ചെയ്തു എന്നാണ് നോക്കപ്പെടുന്നത്. അപ്പോൾ ഒരു ഔട്ട് ഓഫ് 80 ഒക്കെ ഉണ്ടെങ്കിൽ, ഒരു 80-85 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സീറ്റ് ഉറപ്പിക്കാം. ബട്ട് എന്നോടിപ്പോൾ ഞാൻ 77% ഞാൻ അവിടെ സ്പോട്ടിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ എന്നോട് മാഷ് പറഞ്ഞത്, സാധാരണ 77 ഒന്നും ഗവൺമെൻറ് കോളേജിൽ കയറാറില്ല,
കിട്ടിയത് ലക്കാണ്, ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് ഇപ്പം 75 ഉള്ളവർക്കൊന്നും കിട്ടുകയില്ലെന്നല്ല പറഞ്ഞത്. ബട്ട് കൂടിയ മാർക്ക് ഉണ്ടെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പം 80 മാർക്ക്, നിങ്ങളുടെ വേറൊരാൾക്ക് 81, ആദ്യ സീറ്റ് കിട്ടുക ആർക്കായിരിക്കും? 81. അങ്ങനെ മുമ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാർക്കിൻ്റെ പേരിൽ പിന്തള്ളപ്പെടും. മുമ്പിൽ ആരും ഇല്ലെങ്കിൽ ഉള്ള മാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്ക് 70% ഉണ്ട്, അയാളുടെ മുമ്പിൽ വേറെ ആരും ഇല്ല, അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതാണ്? 70 അപ്പോൾ അയാൾക്ക് കിട്ടും. കണ്ണൂർ, കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റീസ് ഡിഗ്രി അഡ്മിഷൻ എന്നാണ് ആരംഭിക്കുന്നത്? മോസ്റ്റ് പ്രോബബിളി ഞാൻ 4 യൂണിവേഴ്സിറ്റിക്കും 4 വെബ്സൈറ്റുകളുണ്ട്, 4 അഡ്മിഷൻ വിൻഡോസ് ഉണ്ട്. 4 എണ്ണത്തിലേക്ക് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി പോകണമെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ ഉണ്ട്, കേരള പോകണമെങ്കിൽ അങ്ങനെയുണ്ട്, കാലിക്കറ്റ് പോകണമെങ്കിൽ അങ്ങനെയുണ്ട്, MG മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പോകണം അങ്ങനെയുണ്ട്. പ്രത്യേക രജിസ്ട്രേഷനും പ്രത്യേക ഫീ പേയ്മെൻറ്റും ഉണ്ട്. നിങ്ങളുടെ ഇത് അഡ്മിഷൻ എന്നാണ് ആരംഭിക്കുന്നത് പറയുമ്പോൾ നിങ്ങളുടെ +2 റിസൾട്ട് വന്നൊരു ജൂണിൽ തന്നെ, ജൂൺ ഫസ്റ്റ് വീക്ക് തന്നെ എന്ത് ചെയ്യും? ഡിഗ്രിയിലേക്കുള്ള അഡ്മിഷൻ ആരംഭിക്കും. 4 യൂണിവേഴ്സിറ്റികളും ആരംഭിക്കും ഒരു ജൂൺ ഫസ്റ്റ്. ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം +2 കഴിഞ്ഞത് 2024 +2 കഴിഞ്ഞ് ഇറങ്ങിയപ്പം അന്ന് മെയ് മാസം 9-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? മെയ് മാസം 9-ാം തീയതി റിസൾട്ട് വന്നു. അപ്പം പെട്ടെന്ന് തന്നെ അന്ന് എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? അഡ്മിഷൻ ആരംഭിച്ചു. ഇപ്പം +2 റിസൾട്ട് വന്നു കഴിഞ്ഞ് ഏതാണ്ട് ഒരാഴ്ച തന്നെ ആരംഭിച്ചു. ജൂൺ വരെ വൈകിയില്ല കേട്ടോ, സോറി, ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. എത്രയാ, മെയ് ഒരു 15-നുള്ളിൽ തന്നെ അഡ്മിഷൻ ആരംഭിച്ചു. ആപ്ലിക്കേഷൻ നമുക്ക് അഡ്മിഷൻ മീൻസ് നമുക്ക് അലോട്ട്മെൻറ്റ് കൊടുക്കേണ്ട ഓപ്ഷൻ എന്ത് ചെയ്തു? മെയ് 15 മുതൽ ആരംഭിച്ചു, മെയ് 30 വരെ ഉണ്ടായിരുന്നു. ശേഷം ജൂൺ ആദ്യ ആഴ്ച തന്നെ ഫസ്റ്റ് വന്നു, സെക്കൻഡ് വന്നു, പിന്നെ തേർഡ് വന്നു, അങ്ങനെ പോയി, അങ്ങനെയാണ് പോകുന്നത്. അപ്പം +2 റിസൾട്ട് വന്നു, നിങ്ങളുടെ +2 റിസൾട്ട് വന്നാൽ വിത്തിൻ 1 വീക്കിനകം, ഉറപ്പിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ +2 റിസൾട്ട് വന്നാൽ വിത്തിൻ 1 വീക്കിനകം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ആരംഭിക്കും, അത് ഉറപ്പാണ്. തൽക്കാലം വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കൂടെ മറുപടി അനുസരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഇനിയും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, മാക്സിമം മറുപടി തരാൻ ശ്രമിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ട് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്നും കൂടെ കാണുക. അപ്പോൾ പുതിയടമേ കാണുന്നവരെ മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ അക്കാഡമി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.